നമസ്കാരം. മലയാള മാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ ലക്ഷ്യമിട്ട് കടന്നു വന്ന ചാനലാണ് ബിഗ് ടി വി. മലയാളത്തിൽ നിരവധി ദൃശ്യമാധ്യമങ്ങളുണ്ട്. എന്താണ് ഒരു പുതിയ ചാനലിന്റെ പ്രസക്തി എന്ന ഒരു ചോദ്യമൊക്കെ ഉയർന്ന ഘട്ടത്തിലും ബിഗ് ടി വി എന്ന് പറയുന്ന ചാനൽ അവതരിപ്പിക്കാനും അത് ലോഞ്ച് ചെയ്യാനും ഒക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അനിൽ അയിരൂരും അദ്ദേഹത്തിന്റെ ടീമും ഒക്കെ പ്രവർത്തിച്ചത്. ചാനലിന്റെ അമരക്കാരിയായി കേരളത്തിൽ ആദ്യ വനിതാ ചീഫ് എഡിറ്റർ എന്ന പദവിയുടെ സുജിയ പാർവതി എത്തിയപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യവും ലഭിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലിലെ സുജിയ പാർവതി മലയാള ചാനൽ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്റർ എന്ന പേരിൽ അവതരിപ്പിച്ച് സുജയ ബിഗ് ടിവിയിൽ എത്തിക്കുന്നു. ഇതുതന്നെയാണ് അവർ ചാനലിന്റെ മാർക്കറ്റിംഗിനായി പ്രധാനമായി ഉപയോഗിച്ചത്. റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച സുജിയ പാർവതി 10 ലക്ഷം രൂപ മാസശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി സുജിയ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും അധികം ശമ്പളമൊക്കെ സുജിയ പാർവതിക്ക് ലഭിക്കുന്നതിൽ വ്യക്തിപരമായ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഒന്ന്, നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. ആ തരത്തിൽ അവർക്ക് തിളങ്ങി വരുവാനും പ്രവർത്തിക്കുവാനും ഒരു ചീഫ് എഡിറ്റർ എന്ന തരത്തിലേക്ക് അവർ ഉയർന്നതിനുമൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം, ആധുനിക കാലഘട്ടത്തിൽ പൂട്ടിപ്പോകുന്ന ധാരാളം പത്രസ്ഥാപനങ്ങളുണ്ട്. പല മാധ്യമങ്ങളിലും ഒക്കെ തന്നെയും കൃത്യമായ ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്, മാസങ്ങളോളം ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ചില ചാനലുകളിലൊന്നും മതിയായ ശമ്പളം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ മാറി സുജിയ പാർവതിക്ക് ഇങ്ങനെ ഒരു സാലറി പാക്കേജ് ലഭിക്കുന്നതോടുകൂടി പൊതുവിൽ മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ബൂസ്റ്റ് ഉണ്ടാവുകയും നിരവധിയായ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ സാലറി ഹൈക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റിപ്പോർട്ടർ ടിവിയിൽ തിളങ്ങുന്ന മാധ്യമ പ്രവർത്തകൻ നിലയിൽ തന്നെയാണ് സുജിയ പടിയിറങ്ങിയത്. സുജിയ പാർവതി ചീഫ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തതോടെ ഈ ബിഗ് ടിവിയുടെ ഒരു സ്റ്റാർ ഫിഗറും അവർ തന്നെയായിരുന്നു. ചാനലിന്റെ മാർക്കറ്റിംഗായി പ്രധാനമായും അവർ വളരെ റീസെന്റ് ആയിട്ടാണ് ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അവർ ആറ്റുകാൽ പൊങ്കാലയാണ് അവർ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തത്. ആറ്റുകാൽ പൊങ്കാല ദിവസം മാർച്ച് 3-ാം തീയതി സുജിയ പാർവതി അടക്കമുള്ള പ്രധാനപ്പെട്ട അതിലെ ജേർണലിസ്റ്റുകളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് എത്തുകയും അവർ പൊങ്കാല ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. ഫുൾ ഡേ കവറേജും ഉണ്ടായിരുന്നു. ഇതിനുശേഷം ബിഗ് ടി വി ബസ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഒരു ബസ് ഇറക്കുകയും കേരളത്തിലുടനീളം പ്രേക്ഷകരെ നേരിട്ട് കാണാൻ പരസ്യത്തിനായി ഒരു ബസ്സിൽ ചാനൽ പ്രൊമോഷനുമായി നടക്കുകയാണ്. ആളുകളെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അത് അഡ്രസ് ചെയ്യുക എന്ന രീതിയിലാണ് ഈ പരിപാടി പോയിരുന്നത്. ഈ ഘട്ടത്തിലാണ് ലൈവ് റിപ്പോർട്ടിംഗിൽ സുജിയ പാർവതിയുടെ സ്കിൻ കളറിനെ കുറിച്ച് ആക്ഷേപമുണ്ടാവുന്നത്. ചാനൽ ലൈറ്റിൽ ഫെയറായി കാണുന്ന സുജയെ ഡേ ലൈറ്റിൽ കണ്ടപ്പോൾ ഇരുണ്ട കളറാണെന്നും ഒപ്പം സുജയ്ക്ക് നേരെ ബോഡി ഷേമിംഗും ഉണ്ടായി. അതിഭീകരമായ സൈബർ ആക്രമണമാണ് സുജയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ചാനൽ വന്നെങ്കിലും ഉള്ളടക്കത്തിൽ വ്യത്യാസങ്ങളൊന്നും എത്തിക്കാൻ ബിഗ് ടിവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതൊക്കെ വസ്തുതയാണ്. എന്നാൽ അത് ഒരു സ്ത്രീക്ക് നേരെ തൊലിയുടെ നിർത്തന്റെ പേരിൽ കളിയാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ചാനൽ ഉള്ളടക്കത്തെയോ അതിന്റെ പ്രവർത്തനത്തെയോ വിലയിരുത്തുന്നതിന് പകരം ഒരു സ്ത്രീയുടെ നിറത്തെയും രൂപത്തെയും പരിഹസിക്കുന്ന ശൈലിയിലാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിനോട് പ്രതികരിച്ചത് എന്നത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ചാനൽ ലൈറ്റിങ്ങിലും അല്ലെങ്കിൽ ആ സമയത്തെ ഇൻഡോർ മേക്കപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ കാണുന്നതും യഥാർത്ഥമുള്ള രൂപം തമ്മിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് കഴിവില്ല എന്നല്ലല്ലോ. ചാനൽ ലൈറ്റിങ്ങിലും ഇൻഡോർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അതിന്റെ ഔട്ട് ഇറങ്ങുന്നത്. ഈ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും എന്ന കാര്യത്തിൽ സത്യം തന്നെയാണ്. ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ സ്കിൻ കളറിനെ മുൻനിർത്തി നടന്ന ഈ പരിഹാസങ്ങൾ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആഴത്തിൽ പേരോടിരിക്കുന്ന വംശീയവും വർണ്ണവിവേചനവും വരെ ചിന്താഗതിയുടെ തെളിവാണെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. സ്റ്റുഡിയോ ലൈറ്റിലെ വെളുപ്പും ഡേ ലൈറ്റിലെ നിറവും തമ്മിലുള്ള വ്യത്യാസം ചർച്ചയാക്കുന്നവർ മറന്നു പോകുന്നത് ഒരു മാധ്യമ പ്രവർത്തകയുടെ മികവ് അവരുടെ നിറത്തിലല്ല, മറിച്ച് വാർത്തകൾ വിശകലനം ചെയ്യാനും അവതരിപ്പിക്കാനുള്ള കഴിവിലാണെന്നത് സത്യം. ആ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുജിയ പാർവതി ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരുടെ അഭിപ്രായങ്ങളോടും രാഷ്ട്രീയ നിലപാടുകളോടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായി എനിക്കുമുണ്ട്. പക്ഷേ ഒരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അവർ വളരെ മികച്ചു നിന്നിരുന്ന ഒരാളാണ്. കാര്യങ്ങളെ സ്പോണ്ടേനിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുവാനും ചർച്ചകൾ ലീഡ് ചെയ്യുവാനും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുവാനും ഭാഷാശുദ്ധിയും ഒക്കെ വളരെ എനർജറ്റിക് ആയി സംസാരിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. അതിലൊക്കെ ചില കമന്റുകളൊക്കെ ഉണ്ട്, എലി വെള്ളത്തിൽ വീണതുപോലെ തുടങ്ങിയ കമന്റുകളൊക്കെ സുജിയ പാർവതി തന്നെ ലൈവിൽ ആ കമന്റുകൾ വായിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ. ഇത്തരത്തിലുള്ള കമന്റുകളൊന്നും കേവലം തമാശയല്ല, മറിച്ച് ഒരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായ ആക്രമണങ്ങളാണ്. ഒരു പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുന്ന സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പലപ്പോഴും അവരുടെ കരിയറിലെ മികവിനേക്കാൾ കൂടുതൽ അവരുടെ ലുക്കിനെ കുറിച്ച് വരുന്ന ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കമന്റുകളാണ്. തനിക്കെതിരെ വന്ന പരിഹാസങ്ങൾക്ക് സുജിയ നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമായി. ഇന്നലെ എന്റെ പുതിയ മേക്കപ്പ് മാൻ എന്റെ സ്കിൻ ടോണിനോട് കണക്ട് ആവാൻ കുറച്ച് സമയമെടുക്കും, നാളെ നല്ലപോലെ ഒരുങ്ങി വരാം എന്ന് വളരെ രസകരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് എടുത്തു എന്ന് മാത്രമല്ല, എങ്ങനെ വന്നാലും ഞാൻ തന്നെയാണല്ലോ എന്നും സുജിയ പറയുന്നുണ്ട്. ഇത് കേവലം ഒരു മറുപടിയല്ല, മറിച്ച് പരിഹസിക്കുന്നവരുടെ വായെടുപ്പിക്കുന്ന മാന്യമായ പ്രതിരോധമായി തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ആക്രമണം നടക്കുമ്പോഴും ആക്രമണങ്ങളോടൊക്കെ തന്നെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന സുജിയ പാർവതി നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി.
ഒരു ചാനലിന്റെ ഉള്ളടക്കത്തെയോ അതിന്റെ രാഷ്ട്രീയത്തോടെ വിയോജിക്കാൻ ഏതൊരു പ്രേക്ഷകനും അവകാശമുണ്ട്. ബിഗ് ടി വി വിഭാവനം ചെയ്ത രീതിയിൽ ഉള്ളടക്കം നൽകുന്നില്ല എന്ന വിമർശനം വസ്തുനിഷ്ഠമായി നിങ്ങൾക്ക് ഉന്നയിക്കാം. എന്നാൽ ആ വിമർശനം വ്യക്തിഹത്യയിലേക്കും ബോഡി ഷേമിങ്ങിലേക്കും വഴിമാറുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ദൗർബല്യമാണ് വെളിപ്പെടുത്തുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെ വലിയ ആത്മവിശ്വാസം വേണ്ടുന്ന ഒരു ജോലിയാണ്. അപ്പിയറൻസ് നോക്കി ഒരാളെ വിലയിരുത്തുന്ന രീതി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. സുജയ പാർവതി എന്ന മാധ്യമ പ്രവർത്തകരുടെ ശബ്ദമാണ് പ്രേക്ഷകർ കേൾക്കേണ്ടത്, അല്ലാതെ അവരുടെ സ്കിൻ ടോൺ അല്ല അളക്കേണ്ടത്. കഴിവിനെ നിറം കൊണ്ട് അളക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് ദയവ് ചെയ്ത് ആളുകൾ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു.